ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു 8 കൊല്ലം മുമ്പ് ഞങ്ങൾ സർവീസ് കൊടുത്ത ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അത് ഞങ്ങൾ കിച്ചണാണ് അവിടെ റിനോവേറ്റ് ചെയ്ത്. ഇപ്പോഴും ആ കിച്ചൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ കസ്റ്റമർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂമിനെ കംപ്ലീറ്റ് ചേഞ്ചസ് വരുത്തി. നേരത്തെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടന്നതാണ്. ഇവിടെ ആയിരുന്നു ടി വി ഇരുന്നത്. ഈ ഭാഗത്തൊരു വലിയൊരു ഷെൽഫായിരുന്നു. ഇവിടെ ടി വി ഉണ്ട്. ടി വി യൂണിറ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെ ആയിരുന്നു നേരത്തെ പഴയ സോഫ ഇവിടെ ആയിട്ടിരുന്നത്. ഇത് ആക്ച്വലി ഇതൊരു എൻട്രൻസിൻ്റെ ഒരു പിന്നെ പാസേജാണ്. ഇവിടെ ഒരു പാസേജ് ആയിരുന്നു. ഇവിടെ ആയിരുന്നു ഒരു ചെയർ, ഒരു സോഫ ഇവിടെയാണ് കിടന്നിരുന്നത്. അപ്പം ഇതെല്ലാം ഒരു കൺസിസ്റ്റ് ആയിരുന്നു. ക്ലയൻറ്റിനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഗസ്റ്റൊക്കെ വരുമ്പം ഇരുന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ടി വി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം, സോഫ റീഅറേഞ്ച് ചെയ്യണം, പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രോഫി അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ടാസ്ക്. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ലിവിങ്ങിനെ ഒരു ഡിഫറെൻറ്റ് ഡിസൈനിലോട്ട് കൊണ്ടുപോയത്. ഇപ്പം എൻ്റെ ക്ലയൻറ്റ് വളരെ ഹാപ്പിയാണ്. അപ്പം ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ചെയ്തെന്നുള്ളത്, നമ്മൾ ഇവിടെ ഇരുന്ന സോഫ, ഇവിടെ നമ്മൾ വെച്ചിരുന്ന സോഫയെ നമ്മൾ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് ഈ ഭാഗത്ത് ഒരു ഉടൻ പാനലിലേക്ക് കൊടുത്ത് ടി വിയെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലേസ് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാൻ ഇവിടെ ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ഒരു ടി വി യൂണിറ്റ് ഉണ്ടായിരുന്ന ഭാഗം അത് കംപ്ലീറ്റ് മാറ്റിക്കൊണ്ട് ഇവിടെ നമ്മൾ സോഫ സെറ്റ് ചെയ്തു. അതുപോലെ ഇവിടെ ഒരു സോഫ സെറ്റ് ചെയ്തു. സോഫ സെലക്ഷൻ ക്ലയൻറ്റിൻ്റെ തന്നെ ആയിരുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒരു 2 സീറ്ററും ഒരു 3 സീറ്ററും ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ടി വി യൂണിറ്റിനകത്ത് നമ്മൾ ആക്ച്വലി ഇതിപ്പം സ്മാർട്ട് ടി വി ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പാസേജ്, ഡോറിൻ്റെ പാസേജ് ഈ സൈഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള പ്ലഗ് പോയിന്റ്സും ലെഡ്ജസ് എല്ലാം നമ്മൾ മുകളിലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും വരത്തില്ല. ടി വി മാക്സിമം വോളിലോട്ട് ചേർത്താണ് വെച്ചേക്കുന്നത്. സോ ദാറ്റ് എല്ലാ രീതിയിലും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തതിനു ശേഷം നമ്മുടെ ഈ പൂച്ച ഇവിടെ തന്നെ ഇരുന്ന ടി വി കാണുന്നത്. സോ ഈ പുള്ളി ഇവിടുന്ന് അങ്ങോട്ട് പോകാറില്ല. അത് ഈ ക്യാറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനിവിടെ കഴിഞ്ഞ 6-7 കൊല്ലമായിട്ടും വരുമ്പോൾ തന്നെ ഈ ക്യാറ്റൊക്കെ ഉള്ള ഒരു വീടാണ് ഇവിടെ. പക്ഷേ ഈ ക്യാറ്റ് ഇവിടെ തന്നെ ഉറങ്ങുകയും ഇവിടെ തന്നെയാണ് ഈ ടി വി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പൂച്ചയും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഈ ലിവിംഗ് റൂമിൽ തന്നെ ഒരു നല്ലൊരു പൂജാ റൂമുണ്ട്. അപ്പം പൂജാ റൂമിൻ്റെ ഡോറിൻ്റെ കളറും നമ്മുടെ ഇവിടെ കൊടുത്ത പാനലിങ്ങിൻ്റെ കളറും എല്ലാം ഒരു മാച്ചിങ് ആയിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് അത്യാവശ്യം നമുക്ക് ഭഗവാനെയൊക്കെ വെക്കാനായിട്ടുള്ളൊരു ഷെൽഫൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ എപ്പോഴും നമ്മളൊരു ലിവിംഗ് റൂം ഡിസൈൻ ചെയ്യുമ്പം ഒരുപാട് കളേഴ്സിലോട്ട് പോവാതെ 1-2 കളർ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് മാക്സിമം നമുക്ക് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, എപ്പോഴും നമ്മുടെ മെഷർമെൻറ്റ്സ് പക്കയായിരിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും മെഷർമെൻറ്റ്സ് പക്കയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും. ആക്ച്വലി ഈ ലിവിംഗ് റൂമിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ ക്ലയൻറ്റിൻ്റെ ആവശ്യം ഇവിടെ CCTV കണക്ഷൻ വേണമായിരുന്നു, AC ഉണ്ട്, അതുപോലുള്ള ഈ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം നമുക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല. ഇതെല്ലാം ഒരു ആവശ്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ലെഡ്ജസ് ഒക്കെ കൊടുത്ത്. ഇത് വളരെ സിമ്പിളായിട്ട്, ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വലിയ ഷോക്കേസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു കോർണറിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ തന്നെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പല നമ്മുടെ വീട്ടിൽ കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റി. അതിനെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ലെഡ്ജസിലും ലൈറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ CCTVയുടെ ഒരു യൂണിറ്റ് വെച്ചേക്കുന്നത്. ഇതിനകത്താണ് CCTVയുടെ എക്യുപ്മെന്റ്സ് എല്ലാം ഈ ബോക്സിനകത്തുണ്ട്. അതിൻ്റെ അവിടെ ഒരു ചെറിയ ലെഡ്ജസ് ഒക്കെ കൊടുത്തു, വൈഫൈ എല്ലാം കണക്ട് ചെയ്തു. അവിടെ പ്ലഗ് പോയിന്റ്, ഒരു വാൾ മൗണ്ട് ഫാൻ എല്ലാം കൊടുത്തു. സീലിംഗ് ഫാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കുറച്ചൊരു ആംബിയൻസ് കൂട്ടാനായിട്ട് ഫോൾ സീലിംഗ് ചെയ്തു, മൾട്ടിപ്പിൾ ലൈറ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്തു. സോ ഈ ലിവിംഗ് റൂം ഇപ്പം വളരെ ഡീസൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സിറ്റിംഗ് കപ്പാസിറ്റി കൂടി, 2 ചെയർ ഇവിടെ പ്ലേസ് ചെയ്തു. ഇവിടെ സോഫയും വന്നു, കോർണർ ടീപ്പോയും വെച്ചിട്ടുണ്ട്. സോ ഏത് ലിവിംഗ് റൂം ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിന് ചേഞ്ചസ് വരുത്താൻ പറ്റും. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.